ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ. ഇന്ന് ജൂൺ 11. ഇന്നത്തെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 23,288 അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 22,970 പക്ഷേ ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ പോലും നമ്മളെ ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് അല്പം താഴേക്ക് പോയി വീണ്ടും നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു. ആ ഒരു ഹൈ മേളിലൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി. അപ്പം ആ ഒരു റേഞ്ചിൽ നമുക്കിന്നൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമായിരുന്നു. ആ ഒരു റേഞ്ചിൽ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഒരു ഹൈയിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളാ ഒരു വൈറ്റ് ലൈൻ, ഇന്നലെ നമ്മളെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് ലൈൻ, ഒരു വൈറ്റ് ലൈനിൽ കറക്റ്റായിട്ട് നമുക്കൊരു ടാർഗറ്റ് പ്ലേസ് ചെയ്ത് നല്ലൊരു ട്രേഡ് നിന്ന് എടുക്കാമായിരുന്നു. SL എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് SL വയ്ക്കാം. SL നമ്മൾ ആ റേഞ്ചിൽ വയ്ക്കാൻ കാരണം നമ്മളുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ ദിവസവും അതിനങ്ങിയ ദിവസവും ട്രേഡ് എടുത്തിട്ടുള്ളത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോമായി അതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളെ ഒരു സെയിം ഏരിയയിൽ രണ്ട് ക്ലൂ നമുക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നു, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ഒന്നാമത്തെ ക്ലൂ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട്. ഇത് രണ്ടും നമുക്ക് അതുകൊണ്ട് നല്ലൊരു ട്രേഡ് നമുക്കിന്ന് എടുക്കാമായിരുന്നു. ഞാൻ പേഴ്സണലി ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല, ഞാനിപ്പം തിരക്കായതുകൊണ്ട് ഇന്ന് ട്രേഡുകളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെയും മെനഞ്ഞാന്നത്തെയും വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ട്രേഡ് എടുത്തത് ഇതേ സെയിം സിനാരിയോ വെച്ചാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്കും അതേ ഒരു കൺസെപ്റ്റ് വെച്ച് ഒരു ട്രേഡ് എടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് ലൈനിൽ പോയി ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരികെ താഴേക്ക് വന്നു. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു റേഞ്ചിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്തെങ്കിൽ നല്ലൊരു പ്രീമിയം നമുക്ക് ഒരു റേഞ്ചിൽ കിട്ടിയാനായിരുന്നു. അപ്പം ഇന്നത്തെ നിഫ്റ്റിയിൽ നമുക്കിന്ന് നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിന്ന് ഒരു ട്രേഡ് ഇന്ന് മിസ്സായിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് എന്താണെന്ന് മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇന്നൊരു സൈഡ് വേസ് ആയിട്ടാണ് മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അതൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 49,433 റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 50,987 കഴിഞ്ഞ ദിവസവും ഇതേ സെയിം ഒരു റേഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു രണ്ട് റേഞ്ച് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രണ്ടൊരു റേഞ്ച് എടുത്തിട്ടുള്ളത്. ഇന്നലെയും ഇന്നും സെയിം റേഞ്ച് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്ക് ബാങ്ക് നിഫ്റ്റി സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു റേഞ്ചൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡൊന്നും എടുക്കാതെ നമുക്ക് ലോസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനലിൽ റീൽസിൽ അപ്ലോഡ് ചെയ്യുന്നത് കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ ചാർട്ടിൽ വരച്ച് ട്രേഡുകൾ നല്ല ട്രേഡുകൾ എടുക്കുക. ഇന്ന് ബാങ്ക് നിഫ്റ്റി നല്ലൊരു സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് ചാർട്ട് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. പ്രീമിയം വലുതായിട്ട് ഡീകേ ആയിട്ടുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു രീതിയിൽ ട്രേഡ് എടുത്തിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു സ്കാൽപ്പിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. അല്ലാത്തവർക്ക് ലോസിലായിരിക്കും മിക്കവാറും എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും നമ്മുടെ ഈ ചാനലിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ട് നിങ്ങൾ അതേപോലെ ചാർട്ടിൽ വരച്ച് വയ്ക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും നമ്മൾ മാർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഷോർട്സ് വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അപ്പം നാളെ നല്ലൊരു ട്രേഡായിട്ട് നമുക്ക് കാണാം. ഓക്കെ.